ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ, ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ. ഇതൊക്കെയായിരുന്നു എനിക്ക്. അവിടെയൊക്കെയായിരുന്നു ശരിയാവോ ശരിയാവോ എന്നല്ലേ, നന്നായിരുന്നു നന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ആ മോളെ നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരാശ്വാസം പാടാൻ നല്ല. പിന്നെ അതില് കാവ്യക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്നൊരു പാട്ടാണ്. അതിമനോഹരമായിട്ടാണ് കാവ്യ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ഇസ് എ മ്യൂസിക് ലവർ. അദ്ദേഹത്തിന്റെ അടുത്ത് അതിന് ശേഷം കാണുമ്പോഴൊക്കെ സച്ച് എ സ്വീറ്റ് പേഴ്സൺ, ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഞാൻ പല പ്രാവശ്യം ചോദിക്കും, നമുക്ക് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിക്കും. എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ ഫുൾ പഠിപ്പിച്ചു തന്നു. അപ്പൊ അത് കഴിഞ്ഞ് റെഡിയാണോ മോളെ പാടാൻ? ഞാൻ സർ പാടാൻ. അങ്ങനെ അത് പാടി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത് ഒരു പ്രാക്ടീസ്, വെറുതെ പ്രാക്ടീസ് നോക്കുകയാണ്. ഓക്കെ കഴിഞ്ഞു. യെസ് സർ പാടി കഴിഞ്ഞു. കഴിഞ്ഞു, ഓക്കെ എല്ലാം ഓക്കെയാന്ന് പറഞ്ഞു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറൊക്കെ അത് പറഞ്ഞു തരുന്നത്. അദ്ദേഹമൊക്കെ ഒരു ഗുരുവാണ് ശരിക്കും. മ്യൂസിക്കലി, ലിറിക്സ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനത്ത് കാണും. ഞാൻ ഒരു പാട്ടിന് വരി എഴുതാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കും, സർ ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, സർ ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ കറക്റ്റ് ആണോ? നന്നായിട്ടുണ്ടല്ലോ, ഗുഡ്, അങ്ങനെ എഴുതണം. അപ്പൊ എനിക്കൊരു മാഷാണ് അദ്ദേഹം. ഞാൻ ഇമാജിൻ ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നു. ഞാനിപ്പോ രാത്രിയിൽ ഇഫ് ഐ സിറ്റ് ഇൻ മൈ ബാൽക്കണിയിലിരുന്ന് ഞാൻ പുറത്തേക്ക് നോക്കി, ഇവിടെ ചെടികളൊക്കെ ഉണ്ട്, കാറ്റ് എല്ലാം, ആകാശത്തൊരു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. ചന്ദനജാലകം തുറക്കൂ, നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ. ആ മ്യൂസിക് ഞാൻ ഫീൽ ചെയ്യണം. ഐ എം ഏബിൾ ടു ഫീൽ ദാറ്റ് മൊമെന്റ്. വെട്ടിപ്പാട്ടും തപ്പുമുട്ടും ഒപ്പനയും ഒരു കണം സൽക്കാരം നടത്താൻ, ഈ മനസ്സിന്റെ മണിമുറ്റത്തിരിക്കുന്ന കുറുമ്പുള്ള പവിഴ കിളികളെ പറക്കണം. ഇങ്ങനെ അതുപോലെ കുറെ പാട്ടുകൾ. ഇപ്പം പണ്ട് ഗിരീഷേട്ടൻ എഴുതിയൊരു പാട്ട്, അക്കരെ നിക്കണ ചക്കരമാവിലൊരിത്തിരി മുത്തണി മുന്തിരി മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറുകനവുകൾ കൂട് തുറന്നു പറന്നിടും, ചിറകടി പടഹവും ഇളകിയ ബഹളവും ഒരു ചെറുകലഹവും അതിലൊരു പതിരവും അതുവഴി ഇതുവഴി പല വഴി പരതിയും വിലതലം ഒരു ചിതറി പറവകളായി. ഞാൻ കുറച്ച് പാട്ടുകൾ പറയാം. അപ്പം ചേച്ചിക്ക് ഇതേപോലെ പെട്ടെന്ന് വരുന്ന മെമ്മറി അല്ലെങ്കിൽ അതിന്റെ ഒരു റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും. ആറ്റിൻകരയോരത്ത് ആദ്യം പാടുന്നത് പൊന്നാവണി പാടാണ്. ഫസ്റ്റ് ഡ്യൂറ്റ് റെക്കോർഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ആറ്റിൻകരയോരത്ത് എടുക്കുന്നത്. അപ്പൊ ആറ്റിൻകര എടുക്കുമ്പോൾ ആരാണ് ഇത് അഭിനയിക്കുന്നത് എന്നുള്ളത് മീര ജാസ്മിനാണ്. അപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ ഫുൾ മീര ജാസ്മിൻ അങ്ങ് കയറി. അപ്പൊ ഞാൻ ഈ ഒരു പാട്ട്, താമരക്കുരുവല്ല, ഈ പാട്ട് പാടുമ്പോൾ ഞാൻ മീര എങ്ങനെയായിരിക്കും അഭിനയിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് പാടിയൊരു പാട്ടാണ് ആറ്റിൻകരയോരത്ത്. അപ്പൊ മൈൻഡിന്റെ ഉള്ളിൽ ഒരു സിനിമ ഓടുന്നുണ്ടായിരുന്നു, ചെറിയ സിനിമ. അതുപോലെയാണോ പിക്ചറൈസ് ചെയ്ത് വെച്ചാൽ അല്ല, പക്ഷെ മീര എങ്ങനെ ഓടിച്ചാടി നടന്ന് പാടുന്ന ഒരു സംഭവം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് പാടുമ്പോ അതില് അനുപല്ലവിയിലുള്ള ലൈൻസ് ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന സാധനമാണ്. പാൽ പതഞ്ഞ തുളുമ്പുന്ന പാലമരത്തണലത്ത് പട്ട് മഞ്ചലൊരുക്കുന്നു ആനം. അതൊരു ഓരോ ലൈനും ഓരോ സ്ട്രെച്ചാണ്, ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ വലിയ ശ്വാസം എടുത്തിട്ടാണ് അത് ഇങ്ങനെ പാടി പാടി പോകുന്നത്. അപ്പൊ അതൊക്കെ അതിൽ ഓർമ്മയുള്ള കാര്യങ്ങളാണ്. ചില പഠിക്കുന്ന സമയത്ത് സാർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് അതിന്റെ ഒരു ഓർമ്മ. പിന്നെ കേട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന്റെ ഒരു ഗുഡ്, പിന്നെ സാർ പറയാൻ തുടങ്ങി ഗുഡ് എന്ന്. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം. പിണക്കമാണോ? ഞാൻ പേടിച്ച് പാടിയ പാട്ടാ. കാരണം MG രാധാകൃഷ്ണൻ സാറിന് ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു സിനിമാ പാട്ടാണ്. അപ്പൊ ഈ സിനിമാ പാട്ടുകൾ പാടി തുടങ്ങിയ സമയത്തുള്ള ഒരു സമയമാണത്. അപ്പൊ എനിക്ക് അത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു തരുന്ന രീതി, അദ്ദേഹത്തിന്റെ പാട്ടിന്റെ സ്റ്റൈൽ, ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ സാറ് സാർ അസലായിട്ട് പാടും, രാധാകൃഷ്ണൻ സാർ അസലായിട്ട് പാടും. അപ്പൊ അദ്ദേഹം പാടുന്നത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ആ കൃത്യമായിട്ട് സംഗതികൾ എന്താ വേണ്ട എന്താ ഇതാന്ന് പറഞ്ഞു തരും. പക്ഷെ പിന്നെ കൂളാ, പിന്നെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ വഴക്ക് പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മോളെ അത് ഇങ്ങനെയാണ് കേട്ടോ, ഈ സംഗതി ഇങ്ങനെയാണ്, ഇങ്ങനെയാ പാടുന്നത്. ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ, ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ. ഇതൊക്കെയായിരുന്നു എനിക്ക്. അവിടെയൊക്കെയായിരുന്നു ശരിയാവോ ശരിയാവോ എന്നല്ലേ, നന്നായിരുന്നു നന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, മോളെ നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരാശ്വാസം പാടാൻ നല്ല. പിന്നെ അതില് കാവ്യക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്നൊരു പാട്ടാണ്. അതിമനോഹരമായിട്ടാണ്
കാവ്യ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അഭിനയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് അവർ ലിപ്പ് ചെയ്യുന്നത് കാണുക എന്നുള്ളത്. കാരണം നമ്മുടെ ശബ്ദം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ചുണ്ടുകളിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ മീരയ്ക്ക് പാടി, കാവ്യക്ക്, അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ട്രസസിന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചിമ്മി 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 ചിമ്മി, സോറി ചിന്നി ചിന്നി, ചിന്നി ചിന്നി, സോറി എനിക്ക് അപ്പോൾ ചിന്നി ചിന്നി, അത് നിത്യ. പിന്നെ ആലിലയും കാറ്റലയും, അത് നമ്മുടെ പത്മപ്രിയ. പത്മപ്രിയ. പ്രിയാമണിക്ക് ഞാൻ പാടിയിട്ടുണ്ട് തമിഴില്. പിന്നെ മീരയ്ക്ക് വേണ്ടിയിട്ട് തമിഴിലും മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട്. അതൊരു കോൺസ്റ്റന്റ് കോമ്പിനേഷൻ ആയിരുന്നു. ആയി മാറി അത്, അതങ്ങനെയായി. അത് മീര തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ ഇടയ്ക്ക് സംസാരിക്കുമ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഓ ആ പാട്ട് അത് നല്ല രസമായിരുന്നു, ഞാൻ പിക്ചറൈസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അത് അഭിനയിച്ചത് എന്നൊക്കെ. അങ്ങനെ കുറെ ഒരു സൗഹൃദം ഉണ്ടായി അതുകൊണ്ട്. അതുപോലെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോപിക, മുറ്റത്തെ മുല്ലേ ചൊല്ല്, ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഉണ്ട് മഴയിൽ രാത്രി മഴയിൽ പാടുന്നത് മീനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും ഭയങ്കര രസമുള്ള പാട്ടാണ്. അതിനൊരു ഭംഗിയുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് മഴ പെയ്തോണ്ടായിരിക്കും ആ ഭംഗി വന്നത്. ഭയങ്കര മഴയായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അത് അന്ന് വളരെ തെളിഞ്ഞ ആകാശവും ഒക്കെ ആയിരുന്ന ദിവസം അത് റെക്കോർഡ് ചെയ്യാൻ പോയി. ഒരു കുഴപ്പമില്ല, പാടി തുടങ്ങിയത് മഴയാണ്, ഫുൾ മഴ. ഇത് എൻജോയ് ചെയ്തു. അതിന്റെ ഒരു മഴയുടെ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറിലാണ് പാടുന്നത്. മോഹൻ സിത്താര സാറിന്റെ പാട്ടുകൾ പാടാന്ന് പറയുന്നത് സുഖാണ്. എന്ന് വെച്ചാൽ സുഖം എന്ന് വെച്ചാൽ അദ്ദേഹം അത് ശരിയാവുന്നവരെ പാടിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് പല സംഗതികളും പാടിക്കും. അത് നമ്മൾക്കൊരു ആസ് എ സിംഗർ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു റെക്കോർഡിംഗ് സെഷനാണ്. കാരണം അത് പാട്ട് ചെയ്ത് എന്തോ നമ്മൾ പാടിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒരു സാറ്റിസ്ഫാക്ഷനോടെയാണ് പുറത്ത് ഇറങ്ങി പോകുന്നത്. അപ്പൊ അങ്ങനെ മോഹൻ സാറിന് ഞാൻ കുറേ പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനത്തെ. അതെനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം അതൊരു തരത്തിലൊരു ട്രെയിനിങ്ങാണ്. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കുറേ ട്രെയിനിങ് വരും. ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറേ പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. കുറേ ഒന്നും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല, പക്ഷെ ബ്യൂട്ടിഫുൾ. പ്രമദവനിയിൽ വീണ്ടും വരവായി പ്രണയകാലം, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. തരരീര തരരര തരരീരി തരരര തരീരരി തരരിരി തര തരരരി തരതും തനനനതും തനനനന തിന്ന ഇങ്ങനെ കുറെ ഒരു സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ട്. അപ്പൊ അങ്ങനത്തെ കുറേ സോങ്സ് ഞാൻ മോഹൻ സിത്താര സാറിന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കുമ്പോ എനിക്കായിട്ടുള്ള കുറെ ഓർമ്മകള് സ്വന്തമായിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു വിരഹം അനുഭവിച്ച ആളെ പോലെ എനിക്ക് എനിക്കില്ല, പ്രണയം എനിക്കില്ല, വിരഹം എനിക്കില്ല. അനുഭവിക്കും. അല്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിന് എവിടെയെങ്കിലും ഒരു വേദന എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള, അത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ, എന്തെങ്കിലും ഒരു പഴയ ഓർമ്മകളോ അച്ഛൻ അമ്മ അങ്ങനത്തെ പല കാര്യങ്ങളും ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും മനസ്സിന്റെ കോണിൽ ഒരു വേദന നൊമ്പരം ഉള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ പാട്ടുകൾ ഫീൽ ചെയ്യും. അതാണ്, ഒരു ഇമോഷണൽ ആയിരിക്കണം. ഒരു മനുഷ്യൻ എപ്പോഴും സെൻസിറ്റീവ് ആവുമ്പോൾ മാത്രമേ എല്ലാത്തിനോടും ഒരു സെൻസിറ്റിവിറ്റി വരുള്ളൂ, സ്പെഷ്യലി മ്യൂസിക്. എല്ലാ കലകളും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തേ കണ്ണന് കറുപ്പ് നിറം, അത് വീണ്ടും എന്തോ ഒരു കോമഡി ഒരു സംഭവമായിരുന്നു. എനിക്ക് ജോൺസൺ മാഷ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാ പാടുന്നത്. അപ്പൊ മാഷ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തന്നെ സ്റ്റുഡിയോയിൽ വെച്ചാ. അപ്പൊ അവിടെ ചെന്ന് അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോ ഞാൻ ചുമ്മാ എന്തോ പറഞ്ഞു. എന്റെ സാധാരണ കോമഡിക്ക് ഒരു മനുഷ്യനും ചിരിക്കൂല, ജോൺസൺ മാഷ് ഭയങ്കര ചിരി. ഞാൻ ഇത്രയും വലിയ കോമഡിയാണോ ഞാൻ? അത് തന്നെ എനിക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു. സാർ എന്തിനാ ചിരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ അതൊരു രസമായിരുന്നു. അത് കഴിഞ്ഞ് ഓക്കെ പാടാം റെഡി എന്നൊക്കെ പറഞ്ഞ് പോയി. ഹാർമോണിയത്തില് സാറ് എന്തേ കണ്ണന് കറുപ്പ് നിറം എന്തേ ഫുൾ പഠിപ്പിച്ചു തന്നു. അപ്പൊ അത് കഴിഞ്ഞ് റെഡിയാണോ മോളെ പാടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സാർ പാടാന്ന് പറഞ്ഞു. അങ്ങനെ അത് പാടി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത് ഒരു പ്രാക്ടീസ്, വെറുതെ പ്രാക്ടീസ് നോക്കുകയാണ്. ഓക്കെ കഴിഞ്ഞു. യെസ് സാർ പാടി കഴിഞ്ഞു. പറഞ്ഞു ആ കഴിഞ്ഞു, ഓക്കെ എല്ലാം ഓക്കെയാന്ന് പറഞ്ഞു. നമ്മൾ സാർ ഞാനത് ഇത് ടേക്കാണെന്ന് വിചാരിച്ച് പാടിയതല്ല. ആ ഇത് മതി, ഇതൊന്നും ചെയ്യാനില്ല, ഇത് മതി സാർ ഇറങ്ങിക്കോ. അതാണ് നമ്മൾ കേട്ടത്, അതാണ് ഫൈനലാ അത്.
അപ്പം നമ്മള് അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ ഒരുപാട് ആലോചിച്ച് കൂട്ടി പാടാൻ പോയി കഴിഞ്ഞാൽ മൈൻഡ് അവിടെ ബ്ലോക്ക്ഡ് ആവും. അപ്പൊ ഇത് നമ്മളത് ടേക്ക് അല്ല എന്നുള്ള ഇതിൽ പാടുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവും. അപ്പൊ അങ്ങനെ പാടിയതാണ് എന്തേ കണ്ണന് കറുപ്പ് നിറം. അത് കഴിഞ്ഞ് സാറ് ഒന്നുമില്ല വെരി ഗുഡ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മുടെ നിത്യ മേനന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് വെള്ളത്തൂവൽ, അത് ജോൺസൺ മാഷാണ് മ്യൂസിക്. അപ്പൊ നിത്യക്ക് വേണ്ടി ഫസ്റ്റ് പാട്ട് പാടുന്നത് ഞാൻ. അപ്പൊ അത് ഒരു കാറ്റോരം ഒരു ചാറ്റൽ മഴ പോ മാറ്റേറും കുളിർമാരി മഴ പോ മഴയും വെയിലും നനയുന്നു മഴവിൽ തെല്ലോ നനയുന്നു മിന്ന മിന്നി തരാരീരാരാ മാനം പോലെ മനസ്സിലാകെ ഇനി മൺസൂൺ മേഘങ്ങൾ. ഭയങ്കര അടിപൊളിയായിട്ട് നിത്യ അഭിനയിച്ചത് മഴയത്ത്. മീരെ പോലെ തന്നെ ഭയങ്കര എനർജിയാണ്. മാസ്റ്ററുടെ ജോൺസൺ മാസ്റ്ററുടെ ലാസ്റ്റ് സമയത്തുള്ള കുറച്ച് പാട്ടുകളായിരുന്നു. അതിനുശേഷം ഞാനത് 2 പ്രോജക്റ്റ് കൂടി അദ്ദേഹത്തിന് ചെയ്തു. ഐ തിങ്ക് ദാറ്റ് വാസ് ഹിസ് ലാസ്റ്റ് പ്രോജക്റ്റ്. മാഷ് നമ്മളെ വിട്ടുപോയി. അപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് ലൈഫിൽ കിട്ടിയ ഭാഗ്യങ്ങളിലാണ് ഇപ്പൊ ഈ നമ്മുടെ ഈ ലെജൻസിന്റെ കൂടെ കുറച്ചെങ്കിലും കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഒരുപാട് പേരുടെ കൂടെ ചേച്ചി ഒരുപാട് പേരുടെ. അതില് ഫസ്റ്റ് ദേവരാജ മാഷ. അപ്പൊ ദേവരാജ മാഷ്ക്ക് വേണ്ടിയിട്ട് എല്ലാരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ എല്ലാ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് തുടങ്ങാൻ പറ്റി. സോ ദാറ്റ് വാസ് അത് ശരിക്കും ഒരു ലൈഫിൽ കിട്ടിയ ഭാഗ്യങ്ങളൊന്നും. ദേവരാജ മാഷ് മുതൽ പിന്നെ അർജുനൻ മാസ്റ്റർ, രവീന്ദ്രൻ മാഷ്, രാജാമണി സാറ്, വിദ്യാജി, കൈതപ്രം സാറ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിന്റെ പാട്ടുകളും ഞാൻ കുറെ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദർ വിശ്വനാഥൻ സാറ്, അങ്ങനെ എം ജി രാധാകൃഷ്ണൻ സാറ്, ജോൺസൺ മാസ്റ്റർ, എസ് പി വെങ്കടേഷ് സാറ്, എസ് ബാലകൃഷ്ണൻ സാറ്, നമ്മുടെ പൂക്കാലം ഇപ്പം അങ്ങനെ കുറെ ആ സമയത്തുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി ആ ജനറേഷൻ. അതും ഫ്രം ദ ബിഗിനിങ്. അതൊരു പഠനം പോലെ കൂടെ. തീർച്ചയായിട്ടും അതൊരു പഠനം തന്നെയാന്ന് വെച്ചാല് ഈ കോളേജ് സമയം കഴിഞ്ഞ ഉടനെ നേരെ പോകുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയില്. അപ്പൊ ഒരു പാട്ട് റെഡി ആയിരിക്കും, അപ്പൊ നേരെ പോകും. അപ്പൊ നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ 18-ാം വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് ചെയ്യാൻ വേറെ കുറെ കാര്യങ്ങളായിരുന്നു. വീട്ടിലെത്തണം, ബാഗൊക്കെ വലിച്ചെറിയണം, നേരെ ഇരുന്ന് കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കളിക്കണം, ഇതൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ കോളേജ് കഴിയുമ്പോൾ നേരെ സ്റ്റുഡിയോയില് അമ്മ എഴുതി വെക്കും, എന്താ ഇന്നിപ്പോ ഇത് പാടാനുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോ അയ്യോ നേരെ സ്റ്റുഡിയോ പോകണം, എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ചെല്ലും. അതേ പറഞ്ഞ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ബോധമില്ല. ആർക്ക് വേണ്ടിയാ പാടുന്നത്, എന്താ പാടുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ ശരിക്കും എന്തൊരു ഭാഗ്യ കിട്ടിയത്. അത് എന്റെ അമ്മയ്ക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം ഈ എന്താ പറയാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടീനെ അവിടെ കൊണ്ട് എത്തിച്ച് പാടിച്ചില്ലേ, അത് ശരിക്കും എന്റെ അമ്മയുടെ കഴിവാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നിപ്പം ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു എന്ത് ഭാഗ്യം, ആ ഭാഗ്യം എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും എന്റെ അമ്മ കാരണം മാത്രം. അല്ലെങ്കിൽ ഞാൻ പോയില്ല, ഞാൻ മടി പിടിച്ച് വീട്ടിലിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ചേച്ചിനെ പറഞ്ഞു കേട്ടതാണ്, സ്റ്റേജിൽ വെറുതെ എവിടെ മൈക്ക് കണ്ടാലും അവിടെ കൊണ്ട് നിർത്തും. അത് ചിലപ്പം ഏതോ ഒരു കടയിൽ ഒരു പ്രാവശ്യം അവർ മൈക്ക് വിൽക്കാൻ വെച്ചതാ, അവിടെ കൊണ്ട് നിർത്തി. പിന്നെ റിയലൈസ് ചെയ്താ കണക്റ്റഡ് അല്ല. അമ്മാതിരി ഒരാളാ. അത്രയ്ക്ക് അമ്മയ്ക്ക് പ്രാന്ത പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പാട്ടും. ചില സ്റ്റേജിൽ പോകുമ്പോ അമ്മയോട് സജഷൻ ചോദിക്കില്ല, കാരണം അമ്മ റെയർ ആയിട്ടുള്ള പാട്ടൊക്കെ പറയും. ഞാൻ പറഞ്ഞു അമ്മ ഇത്രയും റെയർ ആയിട്ടുള്ള പാട്ട് പാടിയാല് ആൾക്കാർ എത്ര നേരം കേട്ടിരിക്കും, ഇതേതാ പാട്ട് എന്ന് ചോദിക്കും കുറെ കഴിയുമ്പോൾ. അതായത് നമ്മുടെ ആ ഒരു ജനറേഷൻ ഉള്ള സമയത്ത് അവർക്കൊന്നും ഇത്രയും പഴയ പാട്ടുകൾ അറിയില്ലല്ലോ. അപ്പൊ അമ്മ വളരെ പരിചയമില്ലാത്ത പാട്ടുകളൊക്കെ പറയും, ഇത് പഠിക്കും, ഇത് പഠിച്ച് ഞാൻ പാടും. പിന്നെ ഈ കുറച്ചുകൂടെ പ്രായം നമുക്ക് കൂടുന്തോറും പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമല്ലോ. അപ്പൊ പറയാം അമ്മ ഇത് ഭയങ്കര പഴയ പാട്ടമ്മ, ഇതിന് കുറച്ചുകൂടെ പുതിയ പാട്ട് പറ. പുതിയ പാട്ടോ, ഏതാ പുതിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജനറേഷനിലുള്ള വേറൊരു പുതിയ പാട്ട് പറയും. അങ്ങനെ കമ്പാരിറ്റീവ്ലി പുതിയത് ഇതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന മലയാളം പാട്ടുകൾ പഴയത്, ഇത്രയും പഴയ ഹിന്ദി ആയാലും എല്ലാം അറിയാൻ കാരണം എൻ്റെ അമ്മ തന്നെ. മലയാളം എന്നുള്ള ഭാഷ പഠിക്കാൻ തന്നെ റീസൺ എൻ്റെ അമ്മ. കാരണം എനിക്ക് സ്കൂളിൽ മലയാള ഭാഷ പഠിപ്പിക്കുന്നില്ല, വീട്ടിൽ സംസാരം മാത്രമേ ഉള്ളൂ, ഫുള്ള് മലയാളത്തിലാണ് സംസാരം. പക്ഷെ എഴുതാന്ന് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ വായിക്കാൻ പറ്റുന്നത് പാട്ട് മാത്രം.
അത് എന്നോട് ചോദിച്ചു. ഇപ്പൊ പത്രം തന്ന് വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പാട്ടെ എങ്ങനെ ഓരോന്നൊക്കെ അക്ഷരം എടുത്ത് പെറുക്കി പെറുക്കി ഇതെന്താ വായിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് വായിക്കാൻ. കാരണം എന്താ, ഈ അമ്മയുടെ കൈയക്ഷരം വായിക്കാൻ, അമ്മ പാട്ട് എഴുതി വെച്ചത് വായിക്കാൻ. കാരണം പാട്ടെന്താന്നറിയാം, അതിൽ കൂടി ഇങ്ങനെ പോവല്ലോ, വേറെ ഒന്നും വായിക്കാൻ പറ്റില്ല. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടി ഇപ്പൊ മലയാളമൊക്കെ വായിച്ച് സുഖസുന്ദരമായിട്ട് മലയാളിയായി. അതും ചെറുപ്പത്തിൽ തന്നെ തിരിച്ചു വന്നല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമായിരുന്നു, വാട്ട് ഈസ് മ്യൂസിക് ടു യു? മ്യൂസിക് ഈസ് ആൻ ഇമോഷൻ ടു മീ. കാരണം ഞാൻ ഏത് ഇമോഷനിലാണോ ഇരിക്കുന്നത് ആ ഇമോഷനിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ മ്യൂസിക്കിന് പറ്റും. ഞാനിപ്പോ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഐ ലൈക്ക് ടു ക്രൈ. എനിക്ക് കരയാൻ ഇഷ്ടമാണ്. വിഷമം വേദന ഇല്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും വേദനകൾ. ഒരു മനുഷ്യനും ജീവിതാവസാനം വരെ സന്തോഷിച്ച് ജീവിക്കുന്നില്ല, എല്ലാവരും കരയും. അപ്പൊ അതെന്ത് പറ്റുന്ന വെച്ചാൽ നമ്മള് വല്ലാണ്ട് വേദനയിലിരിക്കുമ്പോൾ വേദനയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മനസ്സിൽ ആ വേദന നമ്മൾ പുറത്തേക്ക് അങ്ങ് തള്ളിക്കളയണം. ആ പാട്ടിലൂടെ, ആ ശബ്ദത്തിലൂടെ നമുക്ക് യു ആർ ഏബിൾ ടു എക്സ്പ്രസ്. എനിക്ക് എൻ്റെ വേദന, എൻ്റെ സന്തോഷം, എൻ്റെ ഏത് തരത്തിലുള്ള വികാരമാണെങ്കിലും അതെനിക്ക് മ്യൂസിക്കിലൂടെ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത്, അതാണ് എൻ്റെ മ്യൂസിക്. അതർ ദാൻ സിംഗിങ്. പാട്ട് പാടുക മാത്രമല്ല, കേൾക്കുന്നത് കൂടി അതാണ്. ദാറ്റ് ഈസ് വാട്ട് മ്യൂസിക് ഇസ്. ഇറ്റ്സ് എൻ ഇമോഷൻ ടു മീ. എനിക്ക് മ്യൂസിക്കിലൂടെ പല രീതിയിലും ചിന്തിക്കാൻ പറ്റുന്നു. ഞാൻ ഇരുന്ന് ഒരു പാട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ, പാതിരാപ്പുള്ളുണർന്നു പരൽമുല്ല കാടുണർന്നു, ഈ പാട്ടില് അതിന്റെ അനുപല്ലവി ഞാൻ ഇമാജിൻ ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നു. ഞാനിപ്പോ രാത്രിയില് ഇഫ് ഐ സിറ്റ് ഇൻ മൈ ബാൽക്കണിയിലിരുന്ന് ഞാൻ പുറത്തേക്ക് നോക്കി, ഇവിടെ ചെടികളൊക്കെ ഉണ്ട്, കാറ്റ് എല്ലാം, ആകാശത്തൊരു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. ചന്ദനജാലകം തുറക്കൂ, നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ. ആ മ്യൂസിക് ഞാൻ ഫീൽ ചെയ്യാണ്. ഐ എം ഏബിൾ ടു ഫീൽ ദാറ്റ് മൊമെന്റ്. ആ മ്യൂസിക് ശരിക്കും, ആ പാട്ട്, ഇതിപ്പം എനിക്കിപ്പോ പറയുമ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ്. ചില സമയത്ത് ഞാൻ അത് കേട്ടോണ്ടിരിക്കും ഓൺ എ ലൂപ്പ്. ഞാൻ പാട്ട് മാറ്റില്ല, ഞാൻ ഒരു പാട്ട് തന്നെ കേട്ട് 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 കേട്ട്. കാരണം അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഇമോഷൻ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതൊരു പ്രണയത്തിന്റെ ഇമോഷൻ ആണെങ്കിൽ ഐ സ്റ്റാർട്ട് ഫീലിംഗ് റൊമാൻറ്റിക്. അപ്പൊ ഞാൻ ആ ഒരു ഇമോഷനിൽ ഇങ്ങനെ ഇരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കും, എന്തൊരു ഭംഗിയാണ് ആ പാടിയത്, എന്തൊരു ഭംഗിയാണ് അത് എഴുതിയത്, ആ പ്രണയിനിയോട് പറയുന്ന രീതി കണ്ടോ, അതൊക്കെ. സോ അതെൻ്റെ ഉള്ളിൽ ഒരു ഇമോഷനായി മാറുകയാണ്. അതുപോലെ പല രീതിയിലും മ്യൂസിക് ത്രൂ ആണ് ഞാൻ എന്നെ ഹീൽ ചെയ്യുന്നതും എൻ്റെ ഇമോഷൻസ് പുറത്ത് കൊണ്ടുവരുന്നതും എല്ലാം. ദാറ്റ്സ് മൈ സ്പേസ്. അങ്ങനെ സങ്കടം വരുമ്പോ കേൾക്കുന്ന പാട്ട് ഏതായിരിക്കും? സങ്കടം വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് എന്നെ ആ സങ്കടത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്ന ഒരു പാട്ടായിരിക്കും. ആ പുറത്ത് കൊണ്ടുവരുന്ന പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കരയും. കാരണം ആ ഇമോഷൻ മുഴുവനും കളയാണ്. ആ പാട്ട് എന്ന് പറയുന്നത് ആ ഇമോഷൻസ് കളഞ്ഞ് എനിക്ക് ശക്തി തരുന്ന ഒരു പാട്ട്. അതാണ് എൻ്റെ സാഡ് സോങ്സ്. സങ്കടപ്പെട്ടിരിക്കുമ്പം ഒരുപാട് കരയുന്ന പാട്ട് ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല. സാഡ് സോങ്സ് കേൾക്കുമ്പോൾ ആ സാഡ് സോങ്ങിലൂടെ നമ്മൾക്ക് കൈപിടിച്ച് നമ്മളെ പുറത്തേക്ക്, ആ സങ്കടത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ട്, അത് ദൈവത്തിന്റെ പാട്ടായിരിക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ സങ്കടം മാറും. ഒരു ഹാപ്പി പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ യെസ്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഐ എം ലൈക്ക് സോ ഹാപ്പി. അതില് വൺ ഇസ് കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് വരും എനിക്ക്. അതുപോലെ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, അങ്ങനത്തെ പാട്ടുകള്. ഒരു മെലഡി പോലെ, മേലേ മേലേ മാനം മാനം നീളെ, ഈ പാട്ടുകള്
അങ്ങനെ കുറെ ഹാപ്പിനെസ് തോന്നുന്ന പാട്ടുകളുണ്ട്. പിന്നെ അതേപോലെ ചില സമയത്ത് ഈ അടിച്ചു പൊളി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പം ഒരു ചിക് 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 ചിറകിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളൊരു വേറെ തന്നെ ഒരു മൈൻഡ് ടോട്ടലി ഡൈവേർട്ട് ആവും, ഒരു ഹാപ്പിനെസ്സിലേക്ക് തിരി. വേറെ ഓണ പാട്ടുകൾ കേൾക്കലുണ്ടോ? ഇപ്പം മെറ്റൽ പോലെയോ? ഓയ്യോ ഇല്ല ഇല്ല. ഞാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ എനിക്ക് ഒരുപാട് ലൗഡ് മ്യൂസിക് ഇഷ്ടമല്ല എന്നല്ല, അത് ഞാൻ കേൾക്കും, ബട്ട് നോട്ട് ടു മച്ച്. എനിക്ക് കുറെ നേരം അത് കേൾക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ പാട്ടുകളും അങ്ങനെ കേട്ടുപോകും. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ലൂപ്പിലിട്ട് കേൾക്കാന്ന് പറയുമ്പോൾ അങ്ങനെ. ഇംഗ്ലീഷ് സോങ്സ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കേൾക്കും. പ്രത്യേകിച്ച് ഐ ലൈക്ക് ടു കുക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ചുമ്മാ ഓരോ സമയത്ത് ഓരോ മൂടാ, പാട്ടുകൾ ഇങ്ങനെ ഓൺ ചെയ്തിടും. അങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ ഇമാജിൻ ചെയ്യും, സ്വന്തമായിട്ട് സംസാരിക്കും. വട്ടാന്ന് വിചാരിക്കും, പക്ഷെ ഐ ലൈക്ക് ടു ടോക്ക്, ഐ ലൈക്ക് ടു കീപ് ടോക്കിംഗ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കും, പാട്ടിടും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം. മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. അതില് ഇപ്പം ദീപക് ചേട്ടന്റെ ബ്രോ ഡാഡിയിലെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ആണ് അത്. അത് ഓൺ ചെയ്തിടുമ്പം ഐ ഫീൽ വെരി വെരി പ്ലസന്റ്. അതുപോലെ that's what I do. I like music to be part of my life. എല്ലാ സ്ഥലത്തും അവിടെ ഇവിടേക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇമോഷനായിട്ട് അത് കണക്ട് ആവും. ഒരു മഴയൊക്കെ പെയ്യുമ്പം ഐ ഫീൽ വെരി റൊമാൻറ്റിക്. അങ്ങനെ ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ഇമോഷൻസ്. എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീം ഇമോഷൻസ് വരും എനിക്ക്. എല്ലാ ദുഃഖമാണെങ്കിലും ഭയങ്കര ദുഃഖമായിരിക്കും, അപ്പൊ അതുപോലെ സന്തോഷം ഭയങ്കര സന്തോഷം, അങ്ങനെ. ബട്ട് one emotion that I have overcome is anger. ദേഷ്യം വരൂല, എനിക്ക് വരൂല. അയ്യോ, വളരെ ദേഷ്യം വരുന്ന ഒരാളായിരുന്നു പണ്ട്. അങ്ങനെ ദേഷ്യം വരില്ല. എന്തെങ്കിലും ഒരുപാട് ഒരു പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ദേഷ്യം വരൂ. പക്ഷെ ഞാൻ മോസ്റ്റ്ലി വളരെ കാമാണ്. സെൻ മോഡിൽ അത് ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്, ഫ്രോം സംതിങ് ടു സംതിങ്. അപ്പൊ അത് മ്യൂസിക് ഹാസ് ഹെൽപ് മീ അലോട്ട്. സ്പിരിച്വാലിറ്റി ഹാസ് ഹെൽപ് മീ അലോട്ട്. വളരെ സ്പിരിച്വൽ ആയിട്ട്. സ്പിരിച്വൽ ആണ്. സ്പിരിച്വാലിറ്റിയും മ്യൂസിക്കും ഭയങ്കര കണക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നലുണ്ട്. That depends. വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല that it is connected. Everything is connected. Everything is connected to മ്യൂസിക് ആയാലും എല്ലാത്തിലും നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. സ്പിരിച്വാലിറ്റി എല്ലാത്തിലും ഉണ്ട്, ഒരു ചെറിയ രീതിയിൽ എല്ലാത്തിലും ഉണ്ട്. നമ്മളത് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. Until you know it, you don't know what it is. മഴവില്ലിൻ നീലിമ ഹലോലെ പാട്ട്. മഴവില്ലിൻ നീലിമ കണ്ണിൽ അലക്സ് പോൾ സാറുടെ മ്യൂസിക്കിലുള്ള പാട്ടാണ്. ശരിക്കും ഞാൻ അലക്സ് പോൾ സാറിന് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാല് എല്ലാ പാട്ടിന്റെയും ഒരു മെയിൽ സോങ് ആയിരിക്കും ഫിലിമിൽ എടുക്കുന്നെങ്കിൽ ഫീമെയിൽ വേർഷനും ഉണ്ടാവും. പക്ഷെ ആ ഫീമെയിൽ വേർഷൻ ഞാൻ പാടിയിരിക്കും. അപ്പൊ അത് എന്താ പറയുക, സാറിന്റെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇപ്പൊ ദാസേട്ടൻ പാടിയ പാട്ടായിരിക്കും, അല്ലെ MG ശ്രീകുമാർ സാർ പാടിയ പാട്ടായിരിക്കും, മെയിൽ വേർഷൻ ആയിരിക്കും ചിലപ്പോൾ സിനിമയിലുള്ളത്. പക്ഷെ അതിന്റെ ഫീമെയിൽ വേർഷൻ കാസറ്റിലോ CD-ലോ ആ സമയത്ത് ഉണ്ടാവും. അങ്ങനെ കുറേ പാട്ടുകൾ. അതിലൊന്നാണ് ഇപ്പം ഈ ഹലോലെ പാട്ട്. അത് ഡ്യുവറ്റ് അഫ്സൽക്കയുടെ കൂടെ പാടിയത്. മഴവില്ലിൻ നീലിമ കണ്ണിൽ, മഴവില്ലിൻ ശോണിമ കണ്ണിൽ, മഴവില്ലിൻ ചാരുതയോടെ വിരിഞ്ഞ നീ മുന്നിൽ, മഴവില്ലിൻ നീലിമ കണ്ണിൽ, മഴവില്ലിൻ ശോണിമ ചുണ്ടിൽ. അങ്ങനെ കുറെ പാട്ടുകൾ. ഐ തിങ്ക് അതൊക്കെ ഇപ്പോഴാണ് കുറെ കൂടുതൽ ട്രെൻഡിങ് ആവുന്നത് ഈ സോങ്സ് ഒക്കെ. ഞാൻ അലക്സ് പോൾ സാറിന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചേച്ചിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ സമയത്ത് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞു കുറച്ച് പാട്ടുകളല്ലേ പാടിയിട്ടുള്ളൂന്ന്. അപ്പം സാറ് തിരിച്ചു പറഞ്ഞു അല്ല കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞ് മീൻ ഞാൻ അറിയുന്നില്ലല്ലോ കാസറ്റിൽ ഒരുപാട് പാട്ടുകൾ പാടി. ഇപ്പൊ ചില്ലു ജാലക വാതിൽ എന്ന് പറഞ്ഞ പാട്ട് അത് കാസറ്റിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ ഒരു പാട്ടാ. ഇതിൽ വന്നില്ല. പക്ഷെ എന്നാൽ ഒരുപാട് പേര് അത് കേട്ട് ഐ തിങ്ക് സിനിമയിൽ വരാതെ പോയ ഒരു പാട്ടിന് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു പാട്ട് ചില്ലു ജാലക വാതില. അത് ഇന്നും വേദികളിൽ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഞാനും റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടാണ്. എനിക്കത് ഭയങ്കര ഇവിടെ എല്ലാരും റിക്വസ്റ്റ് ചെയ്ത പാട്ടാണത്. ഈ റൂമിലൊക്കെ അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്താണ് ഇത്രയും ഒരു ഇഷ്ടം എന്നുള്ളത് അറിയില്ല. ചില്ലു ജാലക വാതിലിൻ തിരശീലഞ്ഞൊറിയുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ മഞ്ഞണിഞ്ഞൊരു പാതയിൽ മനസ്സൊന്നു ചെല്ലുമ്പോൾ നെഞ്ചിലൂടെ പറന്നു പോയൊരു പൂങ്കുയിൽ വെറുതെ ചില്ലു ജാലക വാതിലിൻ തിരശീലഞ്ഞൊറിയുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇത് ആ പടത്തിന്റെ വിഷ്വൽസ് വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത്. ലൈക്ക് അത് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് എങ്ങനെയാണ് അത് ആ സിനിമയിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷെ തിരിച്ചു ചിന്തിക്കുമ്പം ആ പടത്തിൽ ഭയങ്കര സ്യൂട്ടാണ് ആ പാട്ട്. ആ പാട്ടിന് പറ്റിയ പാട്ട്, ആ മൂവിയിൽ ആ പോർഷന് പറ്റിയ പാട്ടാണത്. കയ്യെത്താ കൊമ്പത്തോ. കയ്യെത്താ കൊമ്പത്ത് അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സോഫ്റ്റ് മെലഡിയാണ്. അതിങ്ങനെ ഒരു ഊഞ്ഞാല് പോലെ പാടണം എന്നാണ് സർ അന്ന് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയാം. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, അങ്ങനെ വരരുത്. അത് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. കാരണം നമ്മൾക്കത് ആ സ്വിങ് വരുമ്പോ കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം എന്ന് വരും. പക്ഷെ അത് സർ പ്രത്യേകം എടുത്തു പറയും, അങ്ങനെ അത് അവിടെ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പാടരുത്, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം എന്ന് പറയും. അപ്പൊ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ദാസേട്ടനും പാടിയിട്ടുണ്ട് അതേ പാട്ട്. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം, ചെന്നെത്തി നീ കയ്യെത്തണം, കയ്യെത്തി നീ കണ്ടെത്തണം, അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത്, കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. അങ്ങനെ ഒരു വെരി സോഫ്റ്റ് വെരി ബ്യൂട്ടിഫുൾ മെലഡി. അപ്പൊ അതും ഈ പറഞ്ഞ മാതിരി മീര ജാസ്മിൻ ആണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ അതിലും ഒരു കുറച്ചൊരു തിങ്ക് ചെയ്തിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ്ഡ് സോങ് ആണ്. അത് ഒരു അച്ഛൻ മകൾ ഇതിലാണല്ലോ പോകുന്നത്. ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ, അതേപോലെ ബ്യൂട്ടിഫുൾ സോങ്. എനിക്കൊന്നും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെലഡി. ഓ ജീനിയസ് രാജ സർ. സത്യനന്ദിക്കാട് ഇളയരാജ കോമ്പിനേഷനിൽ വരുന്ന പാട്ടുകൾക്കൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ഈ അച്ചുവിന്റെ അമ്മേന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യനന്ദിക്കാട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുഞ്ഞു പോർഷൻ, അതായത് ഗേറ്റ് തുറന്നു വരുന്ന സമയത്ത് ഒരു ചെറിയ മെലഡി അവിടെ വിടണം, കാരണം ആ കുട്ടി തിരിച്ചു വരികയാണ് എന്ന് തീരുമാനിക്കാൻ അത് ഇളയരാജ സ്വയം എടുത്ത ഇതാണെന്ന് പറയുന്ന സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ പറയുമ്പോഴും ഞാൻ ഈ ചേച്ചിയുടെ പാട്ടുകൾ ഓർത്തിട്ടുണ്ടായിരുന്നു. അല്ല, അത് അവര് ആ സമയത്ത് രാജാ സാറിന്റെ അടുത്ത് ഈ പാട്ട് ഒരു ചിരി ഓൾറെഡി പാടി. അപ്പൊ അവിടെ ഓൾറെഡി സാറിന്റെ ഓഫീസിൽ അവിടുന്ന് ഡയറക്റ്റ് വിളിക്കുകയാണ് ഇന്ന പാട്ട് പാടാൻ വേണ്ടി നെക്സ്റ്റ്. അപ്പൊ എനിക്കറിയില്ല ഇത് സത്യൻ സാറിന്റെ പടമാണെന്നുള്ളത്. അപ്പൊ ഇത് അവിടെ ഞാൻ ചെന്നു, ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പറഞ്ഞു, ഞാനിതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. ആണോ എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്കതറിയില്ല. അത് ആണോ, പിന്നീട് പറഞ്ഞത് ഇത് ഇദ്ദേഹത്തിന്റെ പടമാണ്, അദ്ദേഹത്തിന്റെ പടമാണ്. അത് പറഞ്ഞു സത്യനാങ്കിളുമായിട്ട് പിന്നെ ഭയങ്കര കമ്പനി ആയതിനു ശേഷം ഭയങ്കര രസമായിരുന്നു. എനിക്ക് ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെ വെരി, ഒരു മോളെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെ. ചേച്ചി പാടുമ്പോഴൊക്കെ ഈ ഇമോഷൻ എന്ന് പറയുമ്പം ഈ വാക്കുകളുടെ അർത്ഥങ്ങള് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്കുകളുടെ ഉച്ചാരണം എന്ന് പറയുന്നത്. അതെനിക്ക് രസമായി തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ പഠിച്ച് വളരാത്ത ഒരാൾക്ക് ഈ ഉച്ചാരണം പഠിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. ഓൾസോ
ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെയും മറ്റൊക്കെ വാക്കുകൾ പറയാന്നുള്ളത് പറയാന്നുള്ളത്. ചില സമയത്ത് ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകൾ വരുമല്ലോ. അതെ, ലൈക്ക് ടങ് ട്വിസ്റ്റേഴ്സ് ആയിട്ടുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ. ഇപ്പൊ ഈ താമരക്കുരുവിയിൽ തന്നെ ഉണ്ടല്ലോ, പെട്ടിപ്പാട്ടും തപ്പുമുട്ടും ഒപ്പനയും ഒരു കണം സൽക്കാരം നടത്താൻ ഈ മനസ്സിന്റെ മണിമുറ്റത്തിരിക്കുന്ന കുറുമ്പുള്ള പവിഴ കിളികളെ പറക്കണം, ഇങ്ങനെ. അതുപോലെ കുറെ പാട്ടുകൾ. ഇപ്പം പണ്ട് ഗിരീഷേട്ടൻ എഴുതിയൊരു പാട്ട്, അക്കരെ നിക്കണ ചക്കര മാവിലൊരിത്തിരി മുത്തണി മുന്തിരി മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറുകനവുകൾ കൂട് തുറന്നു പറന്നിടും മണിയുടെ ചിറകടി പടഹവും ഇളകിയ ബഹളവും ഒരു ചെറുകലഹവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പല വഴി പരതിയും ഒടുവില തലം ഒരു ചിതറി പറവകളായി. അപ്പൊ അത് വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വാക്കുകൾ നമ്മള് ഇപ്പൊ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് എഴുതും അദ്ദേഹം. അത് അദ്ദേഹം പറയും ചെയ്യും, എഴുതിയിട്ട് പടപടപടപടപടപടന്ന് പറയും. അപ്പൊ സിംഗേഴ്സിന് അത് കുറച്ച് ബുദ്ധിമുട്ടാണത് വരാൻ. എനിക്കിപ്പോ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കുത്തിയിരുന്ന് പഠിക്കും, അത്രേ ഉള്ളൂ. കുത്തിയിരുന്ന് പഠിക്കും, വരുന്നത് വരെ ഇരുന്ന് പഠിക്കും. അതെനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഇത്തരം ഇങ്ങനെ വാക്കുകളൊക്കെ ബൈഹാർട്ട് പഠിക്കാനും അതൊക്കെ ശ്രമിക്കും. ഇപ്പൊ ഞാന് ഒരു കണ്ണൂർക്കാരിയാണ്. അപ്പൊ ഞാൻ കണ്ണൂർ ഭാഷ സംസാരിക്കുമ്പോ എന്റെ ആൾക്കാരെ അടുത്തിരിക്കുമ്പോ ആ ഭാഷ സംസാരിക്കുന്നവരിയ്ക്കുമ്പോ എനിക്കത് വരും, ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ അല്ലാത്തപ്പോ എനിക്കത് വരില്ല. എനിക്ക് ആ ഭാഷ വരില്ല. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അത് എന്താണ് അങ്ങനെ സ്വിച്ചിട്ട പോലെ മാറുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വരില്ല. കണ്ണൂർ സ്ലാങ്ങിൽ ചേച്ചിന് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അസല് കണ്ണൂർ ഭാഷ ഞാൻ പറയും. പക്ഷെ എനിക്ക് വേറെ ആരെങ്കിലും കണ്ണൂർ പറഞ്ഞു കേട്ടാ എനിക്ക് ഓട്ടോമാറ്റിക്. അതുപോലെ ഞാൻ ട്രിവാൻഡ്രത്താണ് കുറേ വർഷം വളർന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിക്കുന്ന അസല് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കും. അതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് ട്രിവാൻഡ്രം സൈഡിൽ ആ ഒരു ഞാനത് സംസാരിക്കുമ്പോ എനിക്ക് തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ സീരിയസ് ആയിട്ട് ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്ന സാധനങ്ങളാ. പക്ഷെ ഐ എൻജോയ് ഓൾ ഓഫ് ദിസ്. ഈ പൊതുവേദിയിൽ വരുമ്പോഴത്തേക്കുള്ള എന്റെ ഭാഷ വേറെ തന്നെയാണ്. അല്ലാത്തപ്പം ഓരോ സ്ഥലത്ത് ഓരോ സ്ലാങ്ങാ. ഒന്ന് രണ്ട് പേര് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിക്ക് അവരിൽ നിന്ന് പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. രവീന്ദ്ര മാഷ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാട്ടിലുള്ള സംഗതികൾ എന്താണോ അത് സ്ട്രിക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് പാടണം. അത് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പാടണം. അതാണ് മാഷിന്റെ അടുത്തുനിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം. അതായത് എന്താണോ മാഷ് പറഞ്ഞത്, മാഷ് ഉദ്ദേശിച്ചത് തന്നെ പാടണം. അപ്പൊ അതൊരു ചലഞ്ചാ, അതിലൊരു മാറ്റവും ഇല്ല. ജോൺസൺ മാഷിന്റെ വളരെ വളരെ ലാഘവത്തിൽ പോയാൽ മതി മാഷിന്റെ റെക്കോർഡിങ്ങിന്. കാരണം മാഷ് നമ്മൾ ചിലപ്പോൾ ടേക്ക് ആണെന്ന് അറിയാണ്ടായിരിക്കും നമ്മൾ പാടുന്നത്. അല്ലെങ്കിൽ മാഷ് വെറുതെ നമ്മൾ പാടുമ്പോ മാഷ് അങ്ങ് ഓക്കെ ആക്കി കളയും. അപ്പം ഇതിപ്പോ പഠിച്ച കാര്യങ്ങളിൽ നിന്നല്ലേ ചോദിക്കുന്നത്. പഠിക്കാൻ ഇവരിൽ നിന്നൊക്കെ എല്ലാവരും ഒരേ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് വരുന്നത്, ഫ്രോം ദേവരാജ മാഷ്. അപ്പൊ എല്ലാവരുടെ അടുത്തുനിന്നും എല്ലാരും അതേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ജനറേഷനിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് തന്നെയാണ് ആ പഠനം എന്ന് പറയുന്നത്. ദാസങ്കളുടെ അടുത്തു നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അക്ഷരങ്ങൾ പറയുന്ന രീതി, അക്ഷരസ്ഫുടത, ക്ലാരിറ്റി, പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം, പിന്നെ നമ്മള് ഇമോഷൻ കൊടുക്കേണ്ട വിധം, നമ്മള് എങ്ങനെ ഒരു പാട്ട് സ്വീറ്റായി പാടാം, എങ്ങനെ ഓരോ ഇമോഷൻസ് കൈകാര്യം ചെയ്യാം, അതൊക്കെ ദാസങ്കളുടെ അടുത്തു നിന്നാണ് എനിക്ക് അതിന്റെ ഒരു പരിശീലനം കിട്ടുന്നത്. ഞാനിത് വിധുചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പൊ മഞ്ജരി പാടിയ പാട്ട് മഞ്ജരിയാണ് പാടിയത് എന്ന് വേറൊരാൾക്ക് എടുത്തു പറയാതെ തന്നെ അറിയാം. അത്രമാത്രം രജിസ്റ്റേർഡ് ആണ് ഈ വോയിസ് എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടുന്ന ആളെ സംബന്ധിച്ചോളം ഈ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന റുട്ടീൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശബ്ദത്തിനെ കൊണ്ട് നടക്കുന്നത്? ഞാന് ശബ്ദത്തിനെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ജോലി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സാധനം നമ്മൾ നടക്കുമ്പോൾ കൂടെ നടന്നോളും. പിന്നെ കഴിക്കുന്ന സാധനങ്ങളില് ഞാൻ തണുപ്പ് ഭക്ഷണം കഴിക്കാറില്ല. തണുത്ത ഒന്നും ഞാൻ കഴിക്കില്ല. അതിപ്പോ അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും, ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. അപ്പൊ ഞാൻ തണുത്തത് അവോയ്ഡ് ചെയ്യും. എനിക്ക് അല്ലെങ്കിലും ഒരുപാട് എരിവ് ഞാൻ കഴിക്കാൻ എനിക്ക് ശരിയാവില്ല. അത് പാട്ടിന് വേണ്ടി മാത്രമല്ല, ശരിക്കും നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മ്യൂസിക്,
എല്ലാവർക്കും അവരവരുടെ ബോഡി ടൈപ്പ് എന്താണെന്ന് നോക്കിയിട്ട്, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് ശരിയാവുന്നില്ല എന്നാണെങ്കിൽ നമ്മളത് ബോഡി പറയുന്നത് നമ്മളത് അവോയ്ഡ് ചെയ്യണം, കഴിക്കരുത്, നമ്മളത് ശ്രദ്ധിക്കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് എരിവ്, ഒരുപാട് എണ്ണ, പിന്നെ പുളിയുള്ള സാധനങ്ങൾ, ഐസ്, തണുപ്പ്, ഇത് 4 ഞാൻ അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് കംപ്ലീറ്റ്ലി. ലൈഫിലേ ഇല്ല, ഒട്ടും കഴിക്കില്ല. ഐസ്ക്രീം കഴിക്കാതെ ജീവിക്കും? ഐസ്ക്രീം അങ്ങനെയല്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്നല്ല. ഐസ്ക്രീം ഞാൻ ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഐസ്ക്രീമിന് വേറൊരു കാര്യം, നമ്മൾ ഉണ്ടാവും, തടി വെച്ച് പോവും. അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീം നല്ല കാര്യമല്ലേ, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അപ്പൊ ഐസ്ക്രീം വേണ്ട. അല്ലാതെ ശബ്ദത്തിന് വേറെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പ്രാക്ടീസ് ഉണ്ട്, പ്രാക്ടീസ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും വോക്കൽ കോർഡ്സിനെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഒരു മിതമായ രീതിയിൽ എല്ലാം കൊണ്ടുപോവുക. ഞാൻ ഓവറായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്ത് പാടില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അത് വോയിസ് എങ്ങനെയാണോ അന്നത്തെ ദിവസം അതിനനുസരിച്ച് അതിനെ കൊണ്ടുപോകും എന്നല്ലാതെ നമ്മൾ ടയേർഡായിരിക്കുന്ന വോയിസിനെ പോയി ഒരുപാട് ഇട്ട് ഉരക്കില്ല. അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ വോയിസ് നമ്മൾ ഡെയിലി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോയിസ് ടയേർഡാവും. അപ്പം ഈ റെക്കോർഡിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തേക്ക് നമ്മുടെ ശബ്ദം റെഡി ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ. അതെ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരും? അല്ല, അത് നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. ഞാൻ ഇതൊക്കെ ടോട്ടലി ദൈവത്തിൽ സറണ്ടർ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഇന്ന് തലേ ദിവസം നമ്മളെല്ലാം സെറ്റാക്കി ഒരു പ്രശ്നം നാളെ പോയി പാടാന്ന് വെച്ച് പെട്ടെന്ന് ഒരു കോൾഡ് വന്നാൽ എന്ത് ചെയ്യും, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അതൊന്നും നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. ഇതൊക്കെ ആ ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മൾ ആ പോകുന്ന നിമിഷം നമ്മൾ പാടുന്നത് എന്താണോ തീർച്ചയായിട്ടും അത് ദൈവാധീനം മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല. ഞാനിപ്പോ ഇത്രയും സാധനങ്ങൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. അത് എൻ്റെ ഒരു പ്രിക്കോഷൻ ആയിട്ട് ഞാൻ ചെയ്ത് വെക്കുന്നു. പക്ഷെ ഈ പാട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പാടുന്നു, അതാ എനിക്ക് അവിടെ പാടാം. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നില്ല, ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ട് അവിടെ പോയപ്പോ എനിക്കൊന്നും പറ്റിയില്ല. അത് ഇതാണ് ദൈവം. അപ്പൊ അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നടക്കും, എന്തും സാധ്യമാണ്. അപ്പൊ ഈ വോയിസിന്റെ പ്രശ്നങ്ങൾ, നമുക്ക് ഉള്ളിൽ തോന്നുന്ന വിഷമം, കാര്യങ്ങളെല്ലാം നീങ്ങി മാറി നിൽക്കും. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യണം. താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യണം. അല്ലാണ്ട് മറ്റേ എക്സാമിന് പോയിട്ട് പെണ്ണ് മാത്രം പൂജിച്ചുകൊണ്ടിട്ട് കാര്യമില്ല, എഴുതാൻ അറിയണം. ഇപ്പം കറന്റ്ലി പുതുതായി ചേച്ചിക്ക് ശേഷം വന്ന സിംഗേഴ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 2-3 പേരെ പറയാൻ പറഞ്ഞാല്? അതായത് ഏത് ജനറേഷൻ? അങ്ങനെ ആവുമ്പോ ഞാൻ എന്റെ ഒരു ജനറേഷൻ വെളിപ്പെടുത്തിയ പോലെ ഇരിക്കില്ലേ? അങ്ങനെയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സുശീലാമ്മ, ജാനകിയമ്മയാണ്. അവരുടെ ജനറേഷൻ ചേച്ചിക്ക് ശേഷം വന്നത്. പിന്നെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഞാൻ ഏത് ജനറേഷനാണ്. പഴയ ജനറേഷൻ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് നല്ല വോയിസസ് ഉള്ള, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അതില് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ഡിഫിക്കൽട്ടാണ് സെലക്ട് ചെയ്യാൻ. കാരണം ഓരോരുത്തർക്കും ഓരോ ഹിറ്റ്സ് ഉണ്ട്, കുറെ സിംഗേഴ്സ് ഉണ്ട് നമുക്കിന്ന്. കേക്കില്ലേ പുതിയ പാട്ട്? ഇഷ്ടംപോലെ എല്ലാം ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ആണ്. ഞാൻ ഇൻഫാക്ട് ഈ റിയാലിറ്റി ഷോസിലുള്ള കുട്ടികളുടെ പാട്ട് വരെ കേൾക്കും. ദേ ആർ ഓൾ ഫാന്റാസ്റ്റിക് സിംഗേഴ്സ്. എല്ലാവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ഒരു പാട്ട് അവർ പാടുന്നുണ്ടെങ്കിൽ അത്രയും അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. ശരിക്കും അവർക്ക് എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാൾ കൂടുതൽ, പഴയ റിയാലിറ്റി ഷോസിനേക്കാൾ കൂടുതൽ ഇപ്പൊ ആൾക്കാർ ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്. പല രീതിയിലും അവർക്ക് ട്രെയിനിങ് അവരെടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള വോക്കൽ ട്രെയിനിങ് കണ്ടു പഠിക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. സോ മച്ച് ഹാപ്പനിങ്. ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ടാലന്റ്. ഓരോ വർഷം ഇപ്പൊ ഞാൻ തന്നെ ജഡ്ജായിട്ട് കുറെ ഷോസിൽ ഇരിക്കുന്നുണ്ട്. ഓരോ വർഷം വരുന്ന ടാലൻസ് കൂടി വരികയാണ്. അത് ശരിക്കും അത്ഭുതമാണ്. ഇത്രയും നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് നമുക്ക്. പക്ഷെ സിനിമ പാട്ടില് എണ്ണം കുറയാണ്. സിനിമ പാട്ടും കുറവാണ്, പാട്ടുകാർ കൂടുതലും, പാട്ടുകൾ കുറവാണ്. അപ്പൊ എത്രയാണ് ഒരാൾക്ക് പാടാനുള്ള അവസരം കുറവാണ്. അതുകൊണ്ടാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉണ്ടായി തുടങ്ങിയത്. സോ എല്ലാവരും അവരവരുടെ പുതിയ പാട്ടുകൾ കൊണ്ടുവരുന്നു, അത് പാടുന്നു.
ചേച്ചിക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളത് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗസൽസ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് 3-4 ഗസൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളത്തിൽ 2 സോങ്സ് ചെയ്തു. അത് എൻ്റെ ഓൺ ആൽബം പോലെ. പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ മ്യൂസിക് ചെയ്തു. ആണ് എന്ന് പറഞ്ഞു, അതാണ് മൂവിയുടെ പേര്. അതിനുവേണ്ടി ഒരു പാട്ട് ചെയ്തു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. അതൊരു നല്ല എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓൾറെഡി ഒരുപാട് പാട്ടുകൾ ഐ ഹാവ് ഇൻ മൈ ലിസ്റ്റ്, കുറേ പാട്ടുകൾ. അപ്പൊ ഞാൻ ഇപ്പം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എനിക്ക് കിട്ടിയ ആ സൗഭാഗ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ ഞാൻ ശരിക്കും ഇപ്പോഴും വെൻ ഐ ലുക്ക് ബാക്ക്, എൻ്റെ ഇത്രയും വർഷം 21 years, ഈ 21 വർഷത്തിൽ ഞാൻ എന്തുമാത്രം ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ ലിസ്റ്റ് ഓഫ് സോങ്സ് നോക്കുമ്പോൾ എനിക്ക് കാണാം. അപ്പൊ ഈ സോങ്സിനെ ഞാൻ മാറ്റിവെച്ച് വേറെ പുതിയ സോങ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിനേക്കാൾ അതിനേക്കാളും എത്രയോ വലിയ ലെജൻസ് ചെയ്ത പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി, ഞാൻ പാടിയ പാട്ടുകൾ. അപ്പം ഐ എം ഫോക്കസിങ് ഓൺ ദോസ് മോർ. കാരണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പാട്ടിനേക്കാളും എന്തുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ എന്തുകൊണ്ടും റിച്ച് ആയിട്ടുള്ള സോങ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പാടാൻ. സോ അത് എന്നോട് ആൾക്കാർ അത് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അവർ എൻ്റെ അടുത്ത് പറയുന്നത് ഈ പാട്ടുകൾ പാടൂ എന്നുള്ളതാണ്. സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് സോങ്സ് ടു ടു സിംഗ് ഫോർ മൈ ഓഡിയൻസ്. ഇപ്പം പുതിയ മ്യൂസീഷ്യൻസിന് വേണ്ടിയിട്ട് പാടണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പം ആഗ്രഹങ്ങളൊക്കെ കുറേ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യാത്തതൊന്ന് A.R. റഹ്മാൻ സാറിനാണ്. അപ്പോൾ റഹ്മാൻ സാറിന് ഐ ഷുഡ് ബി ഏബിൾ ടു വർക്ക് സം ടൈം. സോ അത് ഇഫ് ഗോഡ് അലൗസ്, അങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചാൽ അത് നടക്കാം. അപ്പൊ അത് എൻ്റെ മനസ്സിൽ, ഞാൻ ഇതുവരെ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് രജനീകാന്ത് സാറിനെ കാണണം. അറ്റ് ഇസ് നോട്ട് ഹാപ്പൻഡ്. ഒന്നെങ്കിൽ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം ബിസി ആയി, എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഐ എം എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് രജനീകാന്ത് സാർ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെ കാണണം. ഐ ജസ്റ്റ് വോണ്ട് എ ഫോട്ടോഗ്രാഫ് വിത്ത് ഹിം. അത് ഞാൻ അത്രയും വലിയൊരു ഫാനാണ്. ഞാൻ പണ്ട് മുതലേ ഉള്ള ഒരു ഫാനാണ്. അപ്പൊ സാറിന്റെ എല്ലാ ഡയലോഗ്സും, സാറിന്റെ ഐ വാച്ച് ഹിം, ഐ ഫോളോ ഹിം അറ്റ് ടൈംസ്. അദ്ദേഹം സ്പീച്ചസും അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് വേറൊരു ലെവലാണ്. ഈ മോട്ടിവേഷണൽ കോട്ട്സ് അറിയില്ലേ, അതുപോലെയാണ് രജനി സാറിന്റെ സ്പീച്ചൊക്കെ. അപ്പോൾ എൻ്റെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രജനി സാറിനെ കാണാന്നുള്ളതാണ്. പാടണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഇന്നയാളെ മീറ്റ് ചെയ്യണം, ഇത് പാടണം, അങ്ങനെ നമ്മുടെ റഹ്മാൻ സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടില്ല. ഐ വോണ്ട് ടു സിംഗ് എന്നുള്ളത് ഒരു ആഗ്രഹം. അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പാടിയിട്ടില്ല, അതൊരു ആഗ്രഹമുണ്ട്. അതേപോലെ രജനീകാന്ത് സാറിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. കമൽ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ രാജ സാറുടെ ഒരു പാട്ട് പാടിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ നേരെ മുമ്പിൽ കമൽ സാറ്. അപ്പൊ ഞാൻ ചോദിച്ചു, TV-യിൽ കണ്ടതാണ്, ചോകാന്നിരിക്കും. ആപ്പിളാണ് അങ്ങനെ. അപ്പൊ കമൽ സാറിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. അതെനിക്ക് രജനി സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റാർ സ്ട്രക്ക് മൊമെന്റ്സ് ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഈ കമൽ സാറിനെ കണ്ടു എന്ന് പറയുന്ന പോലെ കണ്ടപ്പോ മൊമെന്റ് ഇല്ല. കാരണം ഞാൻ ഈ പാടാൻ പോകുന്ന സമയത്തൊക്കെ വല്ലാത്ത വെപ്രാളത്തിലായിരിക്കും. അപ്പൊ ഈ സ്റ്റുഡിയോയിലൊക്കെ ആക്ടേഴ്സ് വരും, ഇവരൊക്കെ വന്നിരിക്കുമ്പോ നമുക്ക് ആ ഒരു ഇതില്ല, ചിന്തിക്കാനുള്ള ടൈമില്ല. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ, അവര് ഒരിക്കലും ലൈഫിൽ നമ്മള് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്ന് ആറ്റിൻകരയോരത്ത് ഞാൻ പാടി കഴിഞ്ഞപ്പോ സത്യൻ അങ്കിള് ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഞാൻ പാടിപ്പോയി, ഇപ്പൊ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി പാട്ട്, അതൊന്നും അറിയില്ല. ആ സമയത്ത് സത്യൻ അങ്കിള് വിളിച്ചു, മോളെ ഞങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, ഒരാൾക്ക് ഫോൺ കൊടുക്കാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഹലോ, ഞാൻ പറഞ്ഞ ആരാ? അപ്പൊ ഞാൻ ലാലാണ്. ലാല് ആരാ? മോഹൻലാലാണ്. ഷോക്കടിച്ച് ഞാൻ സത്യമാണോ? കുറച്ചു നേരം എനിക്കൊന്നൊക്കെ ആക്കി നോക്കി. പറഞ്ഞാ ഞാൻ കുട്ടിയുടെ പാട്ട് കേട്ടു, നന്നായിട്ടുണ്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ അപ്പോഴും ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഷോക്ക്ഡാണ് ആ സമയത്ത്.
അത് കഴിഞ്ഞ് സത്യനാക്കിൾ പോണത് ആ മഞ്ജരി ഞാൻ പറഞ്ഞു അങ്കിൾ അത് മോഹൻലാൽ തന്നെയാണോ സംസാരിച്ചത്? അതെ. അയ്യോ ഇവര് ലാലേട്ടനാണോ സംസാരിച്ചത്? അപ്പം അന്ന് ആണ് ശരിക്കും ലാലേട്ടന്റെ ഒരു ആ സംസാരിച്ചു എന്നുള്ളതിന്റെ ഒരു ആ ഹാങ് ഓവർ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. ലാലേട്ടൻ ഇങ്ങോട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തു, അതൊരു ഭയങ്കര കോംപ്ലിമെന്റ് ആയിരുന്നു. അതുപോലെ മമ്മൂക്ക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സാരി മേടിക്കാൻ എൻ്റെ കസിന്റെ കല്യാണത്തിന് നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, മഴയിൽ രാത്രി മഴയിൽ ഞാൻ കേട്ടു, നന്നായിട്ടുണ്ട് പാട്ട്, താങ്ക് യു, ഞാൻ മമ്മൂട്ടിയാണ്. ചുമ്മാ ആരെങ്കിലും വിളിക്കും. ആ സമയത്ത് നമ്മുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാലേ ആൾക്കാര് ചുമ്മാ ആരെങ്കിലും വിളിച്ച് നമ്മളെ ഫൂളാക്കും. അപ്പൊ ഈ മറ്റേ ഗുലുമാലും അതും ഇതൊക്കെ നടക്കുന്ന സമയല്ലേ, ചുമ്മാ വിളിച്ച് ഫൂളാക്കിയതാന്ന് ഞാൻ വിചാരിച്ചു. ആണോ, ഓക്കെ ഓക്കെ, പിന്നെ എന്നൊക്കെ അപ്പൊ പറഞ്ഞു എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിക്കും നിങ്ങൾ ആരാ? ഞാൻ മമ്മൂട്ടിയാണ്, വേണമെങ്കിൽ എന്റെ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയോന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ആ ശരി എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ആകെപ്പാടെ പരിചയം സത്യനാക്കിളെ. ഞാൻ വീണ്ടും വിളിച്ചു, സത്യനാക്കിളെ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മമ്മൂട്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യമാണോ, എന്നെ വെറുതെ ആൾക്കാർ പറ്റിക്കുകയാണോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മോളെ നോക്കട്ടെ, നമ്പർ നോക്കട്ടെ, ആ ഇത് മമ്മൂക്ക തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു ഹലോ മമ്മൂക്ക. അപ്പൊ വിശ്വാസമായോ? വിശ്വാസമായി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത്, എനിക്ക് കിട്ടിയ ഓരോ ഭാഗ്യങ്ങള് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മള് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങള് എന്റെ ലൈഫിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങളായിരുന്നു. ഒന്ന് ലാലേട്ടന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുക എന്നുള്ളത്, അതുപോലെ മമ്മൂക്ക വിളിക്കുക എന്നുള്ളത്. കാരണം മമ്മൂക്കനൊക്കെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളെ, മമ്മൂക്ക ഇസ് എ മ്യൂസിക് ലവർ. അദ്ദേഹത്തിന്റെ അടുത്ത് അതിന് ശേഷം കാണുമ്പോഴൊക്കെ സച്ച് എ സ്വീറ്റ് പേഴ്സൺ, ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഞാൻ പല പ്രാവശ്യം ചോദിക്കും മമ്മൂക്ക ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിക്കും. ഇത് ആപ്പിൾ കഴിച്ചതുകൊണ്ട് പറയും ഒന്നുമല്ല, നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറയും. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും എന്താ, ഞാൻ പറയും ഞാൻ ഡയറ്റിലാന്ന് പറയും. എന്ത് ഡയറ്റ്? നല്ല ഫുഡ് കഴിക്കും. നല്ല മമ്മൂക്കയുടെ ഈ സെറ്റില് നല്ല ചോറ്, മീൻ ഫ്രൈ, ഇത് കുറെ സാധനങ്ങളൊക്കെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പൊ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അങ്ങനെ എന്നോട് പറയും ഇത് കഴിക്കും, നാടൻ ഭക്ഷണം, ഇതൊക്കെ കഴിച്ചാലേ ഒരു എനർജി കിട്ടുള്ളൂ, പാട്ടൊക്കെ പാടണ്ടേ, അങ്ങനെയൊക്കെയല്ലേ. അപ്പം ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും മമ്മൂക്ക ഇത് ഡൗൺ ടു എർത്ത് പേഴ്സൺ, ഇത്രയും നല്ലൊരു മനുഷ്യൻ, മ്യൂസിക് ലവർ, ഭയങ്കര മ്യൂസിക് ലവർ, ഗസൽ ലവറാണ്. എപ്പോഴും മമ്മൂക്ക എന്തെങ്കിലും ഇപ്പൊ ഗസലിന്റെ നമ്മുടെ ഗുലാം അലി സാഹിബിന്റെ, ജഗ്ജീത് സിംഗിന്റെ ഗസൽസിന്റെ ഫാനാണ് മമ്മൂക്ക. അപ്പം മമ്മൂക്കയുടെ അടുത്ത് മ്യൂസിക്കലി ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ. കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ വണ്ടർഫുൾ ആക്ടറാണ്, വണ്ടർഫുൾ പേഴ്സൺ ആണ്, മ്യൂസിക് നോളജ്, ഒരുപാട് മ്യൂസിക് നോളജ് ഉള്ളവരാണ്. അതുപോലെ കിട്ടിയ ഭാഗ്യങ്ങൾ രണ്ട്, ഈ പറഞ്ഞ ഐ വാസ് ലൈക്ക് ലൈഫിൽ കിട്ടാവുന്ന ഭാഗ്യങ്ങളിലൊന്ന്, കുറച്ച് ഷോക്കായി നിന്ന മൊമെന്റ്സ് ഒന്ന് ലാലേട്ടന്റെ ഈ കോള് വന്നപ്പോഴും, അതുപോലെ മമ്മൂക്ക തന്നെ. അതായിരുന്നു ബെസ്റ്റ് മൊമെന്റ്സ്. കാരണം തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇത് പറയുമ്പോ അന്നൊക്കെ ചേച്ചി പറഞ്ഞില്ലേ വിളിച്ചത് ഇയാളാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഇന്ന് അവര് വീഡിയോ കോൾ ഇല്ലല്ലോ. ഞാൻ പറയുന്നത് ടെക്നോളജി കാര്യമാണ്. അതായത് അന്ന് ഇത്ര വിസിബിലിറ്റി ഇല്ല. കുറച്ചുകൂടെ ഒരു കാര്യത്തിൽ നമുക്ക് പ്രൈവസി ഉണ്ട്. ഇന്ന് പ്രൈവസി എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അപ്പൊ ലൈക്ക് പൊതുവെ പബ്ലിക്കിന് ഉള്ളൊരു കാര്യമാണ് അത്, നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി ആണ് എന്നുള്ള ഒരു, അത് തെറ്റാണോ ശരിയാണോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ, അല്ല ഞാൻ അതിൽ കാണുന്നത് എന്താന്ന് വെച്ചാല്, അവര് നമ്മുടെ ഫാമിലി പോലെ കാണുന്നു. അതുകൊണ്ടാണ് അവര് നമ്മളോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവര് വേറെ സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മളോട് ചിലപ്പോ എല്ലാവരും സ്വീറ്റ് ആയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പം ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ ഇങ്ങനെ പറയും, അങ്ങനെ പറയും. അത് നമ്മളൊരു കുടുംബം ആയിട്ട് ജീവിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, എല്ലാം എപ്പോഴും നല്ലതല്ലേ. അപ്പൊ അവർക്ക് നമ്മളോട് അത് പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്നോണ്ടാണ് അവര് നമ്മളെ അവരോട് അടുത്ത് ചേർത്ത് വെക്കുന്നോണ്ടാണ് അവര് നമ്മളോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു പ്രോബ്ലം ആയി തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ നമ്മളോട് എന്തും ചോദിക്കാം.
അപ്പൊ ഈ പബ്ലിക് പ്രോപ്പർട്ടി, പേഴ്സണൽ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു TV സ്ക്രീനിൽ വരുമ്പോ അല്ലെങ്കിൽ ഒരു വേദിയിൽ വരുമ്പോ അവർക്ക് നമ്മളെ ഒരുപാട് കണ്ട് പരിചയമുണ്ട്, നമ്മൾക്ക് അവരെ പരിചയമില്ല എന്ന്. അവര് നമ്മളെ കണ്ട് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ആ പരിചയത്തിൽ സംസാരിക്കുന്നത്. വരികൾ എഴുതിയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം അവരെ ആലോചിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം മ്യൂസീഷ്യൻസ് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരികൾ എന്ന് പറയുന്നത് പാട്ടിന്റെ ഇമോഷൻ നമുക്ക് തരുന്ന, അല്ലെങ്കിൽ എന്താണ് പാട്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ വരികൾ എഴുതിയ ആളുകൾ മഞ്ജരി എന്ന് പറയുന്ന പേഴ്സണിന് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കൈതപ്രാണെങ്കിലും അവരുടെ വരികൾ വളരെ വൃത്തിയായിട്ട് പാട്ടിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ വളരെ ഹാപ്പിയാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് ആ ലിറിസിസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. കാരണം മ്യൂസിക്കും ലിറിക്സും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരു പാട്ടില്. അപ്പൊ അങ്ങനെ ചില വരികള് ഇപ്പം അവരെഴുതുമ്പോൾ ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ മാറ്റും, എന്തെങ്കിലുമൊക്കെ അവരുടെ ഡിസ്കഷനിൽ തന്നെ അവർ മാറ്റും. അതായത് നമുക്കിപ്പോ ഈ പാടുമ്പോഴത്തേക്ക് ഈ ലിറിക്സ് എഴുതുന്നവർക്ക് ഓൾറെഡി ഒരു സംഗീതം ഉള്ളിലുണ്ട്. അപ്പൊ പാടാൻ പറ്റാത്ത വരികളല്ല അവരെഴുതുന്നത്, പാടാൻ പറ്റാത്ത വാക്കുകളല്ല എഴുതുന്നത്, അവർ തന്നെ പാടി കാണിച്ചു തരും, പാടി കേൾപ്പിച്ചു തരും. ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമുക്കത് മ്യൂസിക്കലി ചിലപ്പോൾ പാടുമ്പോ വരില്ല, പക്ഷെ അവര് പറഞ്ഞു തരും ആ വാക്ക്, ആ വരിയില് ആ വാക്ക് എങ്ങനെ ഉച്ചരിക്കാം, ആ ട്യൂണിൽ അത് എങ്ങനെ ഉച്ചരിച്ചാൽ അത് വൃത്തി ഉണ്ടാവും എന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി ജോലി എളുപ്പമായി. ചിലപ്പോ ഈ ചില്ലക്ഷരങ്ങള് അല്ലെങ്കിൽ ഈ ഇങ്ങനെ കട്ടാവുന്ന സാധനങ്ങള് മ്യൂസിക്കിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാടാം, ആ അക്ഷരത്തെ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് അവർ പറഞ്ഞുതരും. ഇപ്പൊ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറൊക്കെ അത് പറഞ്ഞു തരുന്നത്. അദ്ദേഹമൊക്കെ ഒരു ഗുരുവാണ് ശരിക്കും. മ്യൂസിക്കലി, ലിറിക്സ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനത്ത് കാണും. ഞാൻ ഒരു പാട്ടിന് വരി എഴുതാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കും, സർ ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, സർ ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ കറക്റ്റ് ആണോ, നന്നായിട്ടുണ്ടല്ലോ, ഗുഡ്, അങ്ങനെ എഴുതണം. അപ്പൊ എനിക്കൊരു മാഷാണ് അദ്ദേഹം. എല്ലാ കാര്യത്തിലും ഒരു മ്യൂസിക്കലി എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഡിക്ഷണറി കൈതപ്രം സാറാണ്. ഞാൻ വിളിച്ച് ചോദിക്കും. ചില വാക്കുകളൊക്കെ കടുകട്ടി വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല, അപ്പൊ ഞാൻ സാറിനെ വിളിക്കും, സാറാണ് എന്റെ ഡിക്ഷണറി. അപ്പൊ സാറ് പറഞ്ഞ മോളെ ഇതിന്റെ അർത്ഥം ഇതാണ്, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ഞങ്ങൾ സംസാരിച്ചു പോകും, പാട്ടും കാര്യങ്ങളൊക്കെ. നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ചേച്ചി ഇപ്പം എന്നെ പോലെ മണ്ടന്മാരായ ഗസലാണെന്ന് കേൾക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. മണ്ടത്തരം എല്ലാവർക്കും ഉള്ളതാ. ഞാൻ ഈ ലോകത്ത് ഏകദേശം ഏറ്റവും വലിയ മണ്ടിയാന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാനായില്ലേ. അതുണ്ടല്ലോ, അതായത് ഇപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഗസൽസ് ഇത് കേട്ട് നോക്കൂ എന്ന് പറയാനുള്ളത്, ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി. ഇതൊക്കെ കേൾക്കുവോ പോയിട്ട്? അല്ലേ വെറുതെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി ചോദിച്ചതാ, കേൾക്കാനും പോകുന്നില്ല. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഗസലാണ്. അതുപോലെ വിരഹം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞില്ലേ, അതായത് കുറച്ച് അങ്ങനത്തെ ഒരു വിഷമമുള്ള ഒരു ഗസലാണെങ്കിൽ കേൾക്കാൻ പറ്റിയ ഒരു ഗസലാണ് ഹംകോ കിസ്കെ ഗം നെ മാറ എന്ന് പറഞ്ഞൊരു ഗസലുണ്ട്, ഗുലാം അലി സാഹിബിന്റെ. അത് നല്ലൊരു കേൾക്കാൻ പറ്റിയൊരു ഗസലാണ്. അതുപോലെ കച്ചി ദീവാരും ठोकर ना लगाना मुझको कच्ची दीवार ठोकर ना लगाना, ഇങ്ങനൊരു ഗസല്. അതുപോലെ സലോനാ സാ സജൻ ഹൈ और मैं हूं, കേട്ടിട്ടുണ്ട്? അപ്പൊ അത് കേൾക്കണ്ട, അത് ഒരു ബ്യൂട്ടിഫുൾ ഗസലാണ്. ऐ मोहब्बत तेरे अंजाम पे रोना आया, അതായത് എൻ്റെ പ്രണയത്തിന്റെ റിസൾട്ട്. കാരണം എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഈ പറയുമ്പോ അത് രസമായിട്ട് തോന്നും, തമാശ പോലെ തോന്നും, പക്ഷെ അതിന്റെ ഞാൻ ജസ്റ്റ് ബേസിക്കലി പെട്ടെന്ന് അതിന്റെ ഒരു മീനിങ് പറഞ്ഞതേ ഉള്ളൂ.
ए मोहब्बत तेरे अंजाम पे रोना आया ए मोहब्बत. പ്രണയം കാരണം എനിക്ക് വിരഹമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് അതിന്റെ ഒരു സംഭവം. ചേട്ടനായില്ലേ? ഞാൻ എടുത്തോളാം. ഇഷ്ടംപോലെ കസിൻസ് ഉണ്ട്. ഇതിപ്പോ എന്നോട് ഈ 5 എണ്ണം ചോദിക്കുമ്പോ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കബേർഡ് തുറന്നിട്ട് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതാ പ്രശ്നം. ഇതല്ലേ പെൺകുട്ടികൾക്ക് മനസ്സിലാവും ഈ ഒരു ബുദ്ധിമുട്ട്. ആൺകുട്ടികൾക്ക് മനസ്സിലാവും. ആണോ? അവർക്കുണ്ടോ ഇത്രയും സെലക്ഷൻ? കബോർഡ് ഇഷ്ടംപോലെ സാധനങ്ങളാണ്. പക്ഷെ ഇട്ട് നടക്കുന്ന മുഴുവനും ഒരേ സാധനമായിരിക്കും. അതുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം.